ലയണൽ ആന്ദ്രേസ് മെസ്സി, മിഷിക ദ ഗോഡ്. അതായത് എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് സിംഹ രാജാവ് എഴുന്നള്ളുന്നു എന്ന് ഷൈജു ദാമോദർ പറഞ്ഞതുപോലെ ഇന്നലത്തെ കളിയില് ലയണൽ മെസ്സി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കരിയറില് ഒരു ഹാട്രിക് ഗോൾ നേടുകയാണ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ഗോൾ അടിച്ച വ്യക്തി എന്നുള്ളതും, അതേപോലെ തന്നെ 6 വേൾഡ് കപ്പ് കളിച്ച ഒരേ ഒരു വ്യക്തി ഇന്ന് ഫുട്ബോൾ ലോകത്തുണ്ടെങ്കിൽ അത് ലയണൽ മെസ്സിയാണ്. 38-ാം മിനിറ്റിലും തന്റെ കഴിവ് തെളിയിച്ച, അതായത് ദ വൺ ആൻഡ് ഓൺലി ദ ലെജൻഡ് പ്ലെയർ ദ ലയണൽ ആന്ദ്രേസ് മെസ്സി. ഇയാളെ കൊണ്ട് ഒരു രക്ഷയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കഴിഞ്ഞ തവണ, അതായത് സൗദി അറേബ്യയുമായിട്ട് ഒരു ഗോളിന് ആദ്യത്തെ മത്സരം തോറ്റു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വേർ ഈസ് മെസ്സി എന്ന് ചോദിച്ച മെസ്സി ഹേറ്റേഴ്സിനും അതേപോലെ തന്നെ അർജന്റീന ഹേറ്റേഴ്സിനും കൊടുത്ത ഒരു മറുപടി എന്നും തന്നെ വേണം. കാരണം ഞാനൊരു കടുത്ത അർജന്റീന ആരാധകനാണ്. പക്ഷെ എങ്കിലും നല്ല കളി വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ ആയിക്കോട്ടെ, ബ്രസീലിന്റെ ആയിക്കോട്ടെ, പോർച്ചുഗലിന്റെ ആയിക്കോട്ടെ, ഇംഗ്ലണ്ടിന്റെ ആയിക്കോട്ടെ, സെനഗലിന്റെ ആയിക്കോട്ടെ, ഈവൻ ഐവറി കോസ്റ്റിന്റെ ആയിക്കോട്ടെ, ഏത് നല്ല ടീം, ഘാന ഉൾപ്പെടെയുള്ള ഏത് നല്ല ടീമിന്റെ കളി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ കളി നല്ല രീതിയിൽ ഇരുന്ന് ആസ്വദിക്കും എന്നുള്ളതാണ്. എനിക്ക് വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ആ കളിയോട് പ്രകടിപ്പിക്കുന്നില്ല. കാരണം നല്ല കളിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. ഈ മനുഷ്യനെ നമുക്ക് ഒരിക്കലും ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ആരും കരുതിയിട്ടില്ല, അതായത് വൺ മാൻ ഷോ പോലെ ഒരു ടീമിനെ കൊണ്ടുവരുന്നു. ആ മെസ്സിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 10 പേരും അതേപോലെ തന്നെ പുതുമുഖ കോച്ചായിട്ടുള്ള ലയണൽ സ്കലോണിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവര് എല്ലാവരും കൂടി വേർ ഈസ് മെസ്സി എന്ന് ചോദിച്ച് കളിയാക്കിയപ്പോൾ പിന്നീട് കണ്ടത് ആ ഒരു മനുഷ്യന് ലോകത്ത് എല്ലാ കിരീടങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ തനിക്ക് വേൾഡ് കപ്പ് മാത്രം കിട്ടിയിട്ടില്ല. തന്റെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ ഇതിഹാസ ഫുട്ബോൾ താരത്തിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുവാൻ വേണ്ടി 10 പേരും തന്റെ ജീവൻ നൽകിക്കൊണ്ട് മരണക്കളി കളിച്ച് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. സ്കലോണിയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താ പറയുന്ന ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു കാണും. കാരണം എത്ര അഗ്രസീവായിട്ടാണ് അർജന്റീന കളിച്ചത് എന്നുള്ളത്. പക്ഷെ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു യെല്ലോ കാർഡ് പോലും ആ കളിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ 3/4 സമയവും അർജന്റീനയുടെ കയ്യിലായിരുന്നു പന്ത്. ലയണൽ മെസ്സി തന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത ഗോൾ നേടിയിരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്നലത്തെ അതേ ദിവസം 20 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് അർജന്റീനയുടെ കുപ്പായമിട്ട് നാഷണൽ ടീമിന്റെ മത്സരം കളിക്കുവാനായിട്ട് ഇറങ്ങുന്നു. ഇറങ്ങി 78-ാം മിനിറ്റിൽ അന്നത്തെ കോച്ച് മെസ്സിക്ക് അവസരം കൊടുക്കുന്നു.